അധ്യക്ഷൻ നമ്മുടെ ശിവകുമാർ, കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ നെഞ്ചിലേറ്റ് നടക്കുന്ന അഭിനന്ദനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അഭിനന്ദനായ സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ അവരെ, കേരളത്തിലെ പ്രഗത്ഭരായ മന്ത്രിമാർ, ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി മാത്രം കഴിഞ്ഞ 2 കൊല്ലമായി അശ്രാമം വിഷമിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ പ്രഗത്ഭരായ മന്ത്രിമാരായ ശ്രീ കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ശ്രീ കെ എം മാണി, ശ്രീ ആര്യാനന്ദ് മുഹമ്മദ്, ശ്രീ കെ അബ്ദുൾ സാഹിബ്, ശ്രീ അനിൽകുമാർ, മന്നരാംകുളി അലി സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും ഈ നിയോജകമണ്ഡലത്തിലെ പ്രഗത്ഭനായ പ്രതിനിധിയുമായ ജനാബ് ഉമ്മർ സാഹിബ് അടക്കമുള്ള നമ്മുടെ പ്രഗത്ഭരായ MLA-മാരെ, ജനപ്രതിനിധികളായ നേതാക്കന്മാരെ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായ ആളുകളെ, എന്നെ പാർലമെന്റിൽ അയക്കുന്നതിന് അങ്ങേയറ്റം പങ്കുവഹിച്ച എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്ക് ഇന്നുള്ള സന്തോഷം സീമാതീതമാണ്, അവാച്യമാണ്. അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ അധ്യാപകന്മാരുടെ പാർപ്പിട സമുച്ചയത്തിന് കല്ലിടുന്ന കർമ്മത്തിനേക്കാൾ ഉപരി എന്റെ ജനങ്ങൾ കഴിഞ്ഞ വളരെ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന അവരുടെ ഏറ്റവും വലിയ സ്വപ്നം പൂവണിയുന്ന സുദിനത്തിലാണ് ഞാനിവിടെ വന്നത്. ഇതിനേക്കാളധികം എനിക്കൊന്നും പറയാനില്ല. ഒന്ന് മാത്രമാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് വീണ്ടും വീണ്ടും പറയാനുള്ളത്. അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. ഏതെങ്കിലും ഒരു പദ്ധതി വിജയപ്രദമാകണമെങ്കിൽ പങ്കാളിത്തം വേണം. ജനപങ്കാളിത്തം കൊണ്ട് മാത്രമാണ് ഇത്രയും വേഗം ഈ ആശുപത്രി മെഡിക്കൽ കോളേജ് ആയിരുന്ന കാര്യം ആരും വിസ്മരിക്കരുത്. ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് ജനങ്ങളും കൂട്ടായി ഒരു പ്രമുഖ മൊത്തത്തിന്റെ കൂടി സഹകരണത്തോടുകൂടി പണം സമാഹരിച്ച് ഈ ആശുപത്രിയെ മെഡിക്കൽ കോളേജ് ആക്കാനുള്ള രംഗം സൃഷ്ടിച്ചത് മലപ്പുറത്തെ ജില്ലയിലെ മഞ്ചേരിയിലെ ജനങ്ങളുടെ കൂടി സഹകരണത്തോടുകൂടിയാണ്. നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അതാണ് ഈ പദ്ധതിയുടെ നേട്ടം. അതുകൊണ്ട് ഇത്തരം 100 പദ്ധതികൾ നമുക്ക് വേണം. ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി പറയുമെന്ന് ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. കേരളത്തിന്റെ പുരോഗതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കേരളത്തിൽ നന്ദിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ, കേരളത്തിലെ ജനങ്ങളെ പല ചിരകാലമായി പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഈ നിഷേധാത്മകമായ നിലപാട് നിങ്ങൾ മാറ്റണം. അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ നിഷേധാത്മക നിലപാട് മാറ്റിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. പ്രബുദ്ധരായ ജനങ്ങളാണ് കേരളത്തിലുള്ളത്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി രാഷ്ട്രീയമായി യാതൊരു കക്ഷിഭേദവും പക്ഷഭേദവും കാണിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഇവിടുത്തെ നിഷേധാത്മകമായ രാഷ്ട്രീയ നിലപാടായി പോകുന്ന കക്ഷികളോട് ഞാൻ പറയുന്നു, സുഹൃത്തുക്കളെ, സഖാക്കളെ, നിങ്ങളുടെ നയം മാറ്റുക. ജനങ്ങൾക്ക് കുറേ പറയുന്നില്ല. അതാണ് നിങ്ങൾക്ക് നല്ലത്, അതാണ് നമ്മൾക്ക് നല്ലത്, അതാണ് ജനങ്ങൾക്ക് നല്ലത്. അത് സ്വീകരിക്കണമെന്ന് മാത്രം ഒരു വിനീതനായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക്, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക്, ഈ രാജ്യത്തെ സാമൂഹ്യ സാമ്പത്തികമായ നിലപാട് മാത്രമല്ല, എല്ലാവിധ മത കക്ഷികളെയും സമൂഹത്തെയും ഒന്നിച്ചു നിർത്തി സൗഹാർദ്ദം നിലനിർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് ഞാൻ വിനയപൂർവ്വം അറിയുന്നു, നിങ്ങൾ നിഷേധാത്മക നിലപാട് മാറ്റിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് വരിക. അത് മാത്രം പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ ചിരകാലം പൂർത്തീകരിച്ചുകൊണ്ട് അവർക്ക് നീതി ചെയ്യുവാൻ ഇപ്പോഴെങ്കിലും മുന്നോട്ട് വന്ന, അതിന് സഹകരിച്ച് സഹായിച്ച് മുന്നോട്ട് വന്ന വിജയകരമാക്കിയ ശ്രീ ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനോടും ഇവിടുത്തെ ജനങ്ങൾക്കും എന്റെ സ്വന്തം നിലക്കും ഒന്നുകൂടി കഥത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.